കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഉപ്പുമാവാണ്. സൂചി ഗോതമ്പ് വെച്ചുള്ള ഒരു ഉപ്പുമാവ്. അതിന് ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ 1 കിലോ സൂചി ഗോതമ്പ്, അത് ചെറിയ ഗോതമ്പ്, ഇതിൻ്റെ വലിയ ഗോതമ്പുണ്ട്, അതിൻ്റെ ഉറുക്ക് ഗോതമ്പ്, അത് നമ്മളൊന്ന് കുക്കറിനകത്ത് ഒന്ന് അടിച്ചാലേ അത് വെന്ത് വരത്തുള്ളൂ. ഇത് നമ്മൾ സൂചി റവ പോലെ ഇരിക്കും. അത് ഞാൻ രാവിലെ തന്നെ ഒന്ന് കഴുകി ഊറ്റി കളഞ്ഞിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചതാണ്, ഒന്ന് കുതിരാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് അതിന് ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ്: വറ്റൽമുളക്, കടുക് വറുക്കാനുള്ള കടുക്, വെളിച്ചെണ്ണ, നമ്മുടെ 2 ചെറിയ സബോള ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കേട്ടോ, ഒന്നിച്ച് എല്ലാം കൂടെ അരിഞ്ഞെടുത്തേക്കാണ്. 1 കുഞ്ഞ് ക്യാരറ്റ്, 1 കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കരിയാപ്പില, ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊത്തി അരിഞ്ഞെടുത്തേക്കാണ്. നമുക്ക് ഈ സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അതാണേലും അതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി 2 സബോള എടുത്തതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി ഒരു തേങ്ങ മൊത്തം തിരുമ്മിയതുണ്ട്. കൂടുതൽ തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കിട്ടും, അതിനാണ് ഞാൻ ഇത്രയും തേങ്ങ എടുത്തേക്കുന്നത്. നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഉരുളി അടുപ്പേ വെച്ചത്, ഉരുളി ചൂടായിട്ടുണ്ട്, അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ കടുക് ഇട്ട് കൊടുക്കണം. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരിഞ്ഞത്: ക്യാരറ്റ്, സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഐറ്റമാണിത്. അതിനകത്തോട്ട് ഇട്ടു. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷമാണ് നമ്മൾ ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഷുഗറുകാർക്കൊക്കെ ഏത് സമയവും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ നുറുക്ക് ഗോതമ്പല്ല സൂചി ഗോതമ്പ്. ഗോതമ്പ് വെച്ചുള്ള ഏത് ഐറ്റവും ഷുഗറുകാർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഡോക്ടർമാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതല്ലാതെ നമുക്ക് ഉപ്പുമാവല്ലാതെ നമുക്ക് കഞ്ഞിയാക്കിയും കഴിക്കാവുന്നതാണ്. കുക്കറിനകത്തോ അല്ല കലത്തിനകത്തോ ഇട്ട് വേവിച്ച് ഇച്ചിരി തേങ്ങായും, നല്ല തേങ്ങായും ജീരകവും എല്ലാം കൂടെ ഇട്ട് വെന്ത് നല്ല സൂപ്പർ കഞ്ഞിയായിട്ട് നമുക്ക് കഴിക്കാം. വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഈ കുതിർത്ത് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കുവാണ്. നല്ല സൂപ്പറായിട്ട് ഇത് ഞാൻ തട്ടിപ്പൊത്തി വെച്ചോ, ഒന്ന് കഴുകി ഊറ്റിയിട്ട് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ മുകളിലുള്ളതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തേക്കുന്നത്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ, പിന്നെ പോരാത്ത നമുക്ക് ലാസ്റ്റ് ചേർക്കും. കറി ഉണ്ടാക്കുന്നില്ല, പഴം കൂട്ടി കഴിക്കാനായിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി പാൽ കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പാൽ ചേർക്കണമെന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. എന്നിട്ടെല്ലാം തട്ടിപ്പൊട്ടി വേകാൻ വേണ്ടി ഒരു 10-20 മിനിറ്റ് തട്ടിപ്പൊത്തി നമുക്ക് അടച്ചു വെക്കാം. ഇളക്കി തോർത്തി കൊടുക്കണം കേട്ടോ, അല്ലെ പിന്നെ അടിച്ചു പിടിക്കും. 5 പേരുടെ ഊണിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അടുപ്പയിൽ കൂടുതൽ അളവാണെങ്കിൽ അടുപ്പേ തീ കത്തിച്ച് 20 ചെമ്പിലോ ആണ് അരി അടുപ്പിടുന്നത്. ഞങ്ങളൊരു 7 കിലോ 8 കിലോ
കിലോ വേകുന്ന ഒരു കുക്കറാണ് ഈ കാണുന്നത്. ആ കുക്കറിനകത്ത് ഞാനിപ്പോൾ ഒരു 5.5 കിലോ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ അടിക്കാറായിട്ടുണ്ട്. അടിച്ചു ഒരു 5 വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് നിർത്തി വെക്കും. നിർത്തി കഴിഞ്ഞൊരു 10 മിനിറ്റ് എയർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എയർ തുറന്ന് വിട്ടിട്ട് വെള്ളം തിളപ്പിച്ചൊഴിച്ച് ഇത് കോരിയെടുക്കുക. അന്നേരം ഈ ചോറിൻ്റെ പശപ്പ് ഇല്ലാതെ കിട്ടും. ഉപ്പുമാവ് കരിഞ്ഞു പോകാതെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണ്ടേ? നമുക്കൊന്ന് നോക്കാം. ഇളക്കിയില്ല കണ്ട ഇപ്പം തന്നെ അത് ചെറിയൊരു പശപ്പ് പോലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു പിടിക്കുന്നത്. 10 മിനിറ്റ് ഇതിന് വേവുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇതിന് ഇച്ചിരി കൂടെ മുഴുത്ത ഗോതമ്പ് കിട്ടും. അതിൻ്റെ ഇവിടെ 1 കിലോ ഇരിപ്പുണ്ട്. അത് നമ്മൾ വേഗണയിൽ നമ്മളിച്ചിരി ഒന്ന് കഴുകി ഊറ്റിയിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 വിസിലടിച്ച് നിർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വെന്ത് തോർന്നിരിക്കുക. അതിന്നേരം ഇതുപോലെ കടുക് വറുത്ത് എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് തോർത്തി അങ്ങ് എടുത്താൽ മതി. തേങ്ങായി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് അടുത്ത വേവിന് നമ്മൾ തേങ്ങ ചേർത്ത് ഇളക്കി. നമുക്ക് അടുത്തതായിട്ടൊന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ അതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കും. നമ്മളിത് വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഷുഗറുകാർക്കും അസുഖക്കാർക്കും ഒക്കെ ഏത് സമയവും കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണിത്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഓർക്കുന്നില്ല, നമ്മുടെ കുഞ്ഞിലെ സ്കൂളുകളിൽ ഈ നുറുക്കുഗോതമ്പാവും ഉച്ചഭക്ഷണമായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി തരുന്നത്. അതിനകത്ത് അന്നൊക്കെ കഴിക്കാനിത് വലിയ ഇഷ്ടമാണ്. ചുവന്ന കളറുള്ള പ്ലേറ്റുമായിട്ട് ഓടും ഇത് മേടിക്കാൻ വേണ്ടി. നീളത്തി വറ്റൽമുളകൊക്കെ കടുവ് വറുത്തിട്ട് ഇത് മേടിക്കുമ്പോഴത്തെ ഇതിൻ്റെ മണവും അന്നൊക്കെ പട്ടിണിക്കാലമല്ലേ, മനുഷ്യർക്കൊക്കെ അങ്ങ് ഭക്ഷണത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള സമയമാണ്. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ ഡാൽഡ ചേർത്ത് ഇതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഇച്ചിരി ഡാൽഡ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റും മണവും കിട്ടും. എന്ന് നമുക്കിത് ബിരിയാണിക്ക് ഇവിടെ മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ശകലം ചേർത്ത് കൊടുക്കുക. പിള്ളേർക്കൊക്കെ ഇച്ചിരി പഞ്ചസാര കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഇത്. നിങ്ങൾക്ക് കാണുമ്പം പണ്ടത്തെ സ്കൂളിലെ ഓർമ്മയൊക്കെ വരുന്നില്ലേ? നുറുക്കുഗോതമ്പ് ഉപ്പുമാവ്, നെയ്സ് ഉപ്പുമാവ് അന്നൊക്കെ സ്കൂളിൽ ഉച്ചഭക്ഷണം. ഇന്നത്തെ പോലെ ചോറല്ല. ഇതുപോലെ നുറുക്കുഗോതമ്പ് ഉപ്പുമാവും നെയ്സ് ഉപ്പുമാവും ഒക്കെ. ഒന്നുകൂടെ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഇത് ഏതായാലും ഓൾറെഡി വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ അങ്ങ് ഓഫാക്കാൻ പോവാണ്. ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്തോളും. നമുക്കിതിനകത്ത് ടേസ്റ്റിന് വേണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. കശുവണ്ടിപ്പരിപ്പും വറുത്തതോ കിസ്മിസ് വറുത്തതോ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റും കിട്ടും, നല്ല ഗുണവും ആയിരിക്കും. നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് സ്റ്റൗ ഞാൻ നിർത്തി വെച്ചേക്കുവാണ്. നല്ല സൂപ്പറായിട്ട് തോർന്ന് ഉപ്പുമാവായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കശുവണ്ടിപ്പരിപ്പ് വറുത്തതും കിസ്മിസ് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കുവാണ്.
ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ വേറെ കറിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതതുപോലെ തന്നെ ഇച്ചിരി പഞ്ചസാര ഉപയോഗിക്കേണ്ടവർക്കാണെങ്കിൽ ഉപയോഗിച്ച് അത് കഴിക്കാവുന്നതാണ്. കറി വേണ്ടവർക്ക് വല്ല കടലക്കറിയോ എന്ത് വരും ഉപയോഗിച്ച് കഴിക്കാം. ഞങ്ങളിപ്പം പഴം ഉപയോഗിച്ചിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഉപ്പുണ്ടോ എന്ന് നോക്കാം, നോക്കിയില്ല. ഇവിടെ ഉപ്പുമാവ് ഇതേ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.